സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. കഴിഞ്ഞ ക്രിസ്മസിനും ഞാൻ കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലം കേക്ക്. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീറ്റ് ജാഗറി പ്ലം കേക്ക്. ലാസ്റ്റ് ടൈം നമ്മൾ പോസ്റ്റ് ചെയ്തത് ഷുഗറും മൈദയും ഉപയോഗിച്ചിട്ടുള്ള പ്ലം കേക്ക് ആയിരുന്നു. ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന, ഒരു ഹെസിറ്റേഷൻസും കൂടാതെ എപ്പോൾ വേണേലും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, വളരെ ഈസി പീസി ആയിട്ട് വീട്ടിൽ തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ വീറ്റ് ജാഗറി പ്ലം കേക്ക്, അതായത് ഗോതമ്പും ശർക്കരയും കൊണ്ടുള്ള പ്ലം കേക്ക്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ തന്നെ വേറെ ഉണ്ടാക്കി ഷുഗർ വെച്ചുണ്ടാക്കുന്ന കേക്കും ഒക്കെ ഇത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസും ആണ് ആവശ്യം. നിങ്ങളുടെ വിലയേറിയ കമന്റ് സെക്ഷനിൽ പ്ലീസ് ഒന്ന് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളുടെ കമന്റ്സുകളും വ്യൂസുമാണ് ആവശ്യം. സപ്പോർട്ട് ചെയ്യുക. എല്ലാ ചാനൽസിനെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ വളരെ ഈസി ബിസി ആയിട്ടുള്ള വീറ്റ് ജാഗറി പ്ലം കേക്ക്, ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ക്രിസ്മസിന് മാത്രമല്ല, എപ്പോൾ വേണേലും ഉണ്ടാക്കി കഴിക്കാം, ആർക്കും കഴിക്കാം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ വക ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് വീറ്റ് ജാഗറി പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര ഉരുക്കിയെടുക്കുക. നമ്മളിവിടെ ഷുഗർ അല്ല ചേർക്കുന്നത്, ശർക്കരയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുന്നതും നല്ല കറുത്ത ഡാർക്ക് കളറുള്ള നല്ല ശർക്കര എടുക്കാൻ. മറവൂർ ശർക്കരയൊക്കെ നല്ല ഡാർക്ക് കളറായിരിക്കും. വെളുത്ത ശർക്കര എടുത്താൽ ഒരിക്കലും കേക്കിന് ആ കാരമലൈസ് ചെയ്ത കളർ കിട്ടൂല. ഞാൻ ഓൾറെഡി പ്ലം കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് മൈദയും ഷുഗറുമാണ്. ഇതിൽ വ്യത്യാസം ഉള്ളി നമ്മൾ ശർക്കരയും ഗോതമ്പുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ശർക്കര പാനി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പത പോലെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. ശർക്കര പാനി ആക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. ഇതിപ്പം ഞാൻ കാണിക്കുക, ഇപ്പം നല്ല കട്ടി ഒരുവിധമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്രയും കട്ടിക്ക് വാങ്ങണം. ഇതിലും കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇനി ഇത് ഒന്നുകൂടെ ബോയിൽ ചെയ്യാനുള്ളതാണ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി കാച്ചിയത് അരിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 3/4 കപ്പോടെ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഒരു 250-300 ഗ്രാം ശർക്കരയാണ്. 300 ഗ്രാം ശർക്കര നല്ല മധുരമുള്ള ശർക്കര ആയതുകൊണ്ട് എനിക്ക് ഈ 1 കപ്പ് തന്നെ ധാരാളമായിരിക്കും. പ്ലം കേക്കിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഷുഗർ ആണേലും ശർക്കരയാണേലും യൂസ് ചെയ്യുമ്പോൾ പ്ലം കേക്കിന് ഓവർ മധുരമായി പോകാറില്ല. കുറച്ച് മധുരമാണ് എപ്പോഴും നല്ലത്. 1 കപ്പ് ആട്ട, ഇപ്പം മെഷർമെൻ്റ് എല്ലാം നമ്മൾ ബേക്ക് ചെയ്യുന്ന മെഷർമെൻറ്റിൻ്റെ 1 കപ്പ് ആട്ട. അപ്പം നിങ്ങൾ ഏതെങ്കിലും 1 കപ്പിന് 1 കപ്പ് ആട്ട എടുത്തോളൂ. അതായത് ഒരു ചായ കുടിക്കുന്ന 250 ml കപ്പിനാണെങ്കിലും 300 ml 1 കപ്പിനാണെങ്കിലും 1 കപ്പ് ആട്ട എടുത്തോളൂ. അതേ കപ്പിൻ്റെ അളവിന് തന്നെ 1/4 കപ്പ് നിറച്ച് ഓയിൽ, റിഫൈൻഡ് ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണ എടുക്കരുത്, സ്മെല്ല് വരും. അല്പം ബേക്കിംഗ് പൗഡർ വേണം, അല്പം ബേക്കിംഗ് സോഡ വേണം. അതിപ്പം നമുക്ക് ഇടുമ്പോൾ കാണിക്കാം. ജസ്റ്റ് ഒരു അല്പം വാനില എസൻസ്. പക്ഷേ വാനില എസൻസ് ആഡ് ചെയ്യുക നിർബന്ധമില്ല, ഇവിടെ ഓപ്ഷണലാണ്. അതിൻ്റെ കാര്യം, നമ്മൾ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. പ്ലം കേക്കിൽ മസ്റ്റായിട്ടും എടുത്തറിയേണ്ടത് ഈ കാരമൽ ചെയ്ത ആ സ്മെല്ലും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലും ഈ നമ്മൾ ക്ലോവ് ആഡ് ചെയ്യുന്ന കറിയാമ്പൂവിൻ്റെ സ്മെല്ലുമാണ് പ്ലം കേക്കിൽ എടുത്തറിയേണ്ടത്. 2 മുട്ട, ഒരൽപ്പം കറുത്ത മുന്തിരി റൈസിൻസ്, ഒരൽപ്പം നമ്മളുടെ പച്ച കളറിലും ചുമന്ന കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ടൂട്ടി ഫ്രൂട്ടി വേണേലും ആഡ് ചെയ്യാം, ഉള്ളത്ര ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ബദാം എടുത്തിട്ട് ഞാനൊന്ന് ഇടിച്ചെടുത്തു. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യരുത്, പൊടിയായിപ്പോൾ. ഒന്ന് ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ പീസാകരുത്, എന്നാലും ചെറിയ കടിക്കാൻ പറ്റിയ പീസുകളായിട്ട് കിടക്കണം. ഓക്കെ, കുറച്ച് ബദാം. നിങ്ങളുടെ അടുത്ത് കാഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ കൂടെ ചതച്ചിട്ട് ഇടാം. ഞാനിവിടെ കാഷ്യൂ ഡെക്കോർ ചെയ്യാൻ, മുകളിൽ അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 5 പീസ് നമ്മളുടെ ഡേറ്റ്സ് നമ്മൾ
കുരു കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇതുപോലെ ചെറിയ പീസസുകളാക്കി അരിഞ്ഞെടുക്കുക. ഓക്കെ. ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ പ്ലം കേക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് ടൈമും ഞാൻ പറഞ്ഞു, നമ്മളുടെ സ്റ്റാർ ഇവനാണ് ഓറഞ്ച് തൊലി. അപ്പം ഞാൻ ലാസ്റ്റ് ടൈമും പറഞ്ഞു, നിങ്ങൾ ഈ ഓറഞ്ച് വാങ്ങുന്ന ഓറഞ്ചിൻ്റെ ഫ്രഷ് തൊലി ഇടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ് ഉണങ്ങിയത് ഇടുന്നതിലും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് ഫ്രഷ് ഓറഞ്ച് ഇരിപ്പില്ലായിരുന്നു. അപ്പം ഞാൻ വാങ്ങുന്ന ഓറഞ്ചിൻ്റെ ഫ്രഷ് തൊലി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്നും. അപ്പോൾ അത് കളയാതെ വെച്ചിരുന്നു. ഫ്രിഡ്ജിലിരുന്ന് ഇത് കുറച്ചൊന്ന് ഉണങ്ങിയായിരുന്നു. അപ്പം ഉണങ്ങിയ ഓറഞ്ച് തൊലി ഞാനൊന്ന് കഴുകിയെടുത്തു. അപ്പം നമുക്ക് സ്മെല്ലൊന്നും നഷ്ടമായിട്ടില്ല. ഇതൊന്ന് സോഫ്റ്റായി. ഇത് നല്ല ഡ്രൈ ആവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ. അത് ഫ്രിഡ്ജിൽ ഉണങ്ങിയിരിക്കുവാണെങ്കിൽ പുറത്തെടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട്, നല്ലതുപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം തോർത്തി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ നോർമൽ ഓറഞ്ച് തൊലിയാവും. ഇത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നുള്ളിയെടുക്കാം, ഹാർഡല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നുള്ളിയെടുത്ത് കുഞ്ഞു പീസസുകളാക്കുക. ഞാനിവിടെ നമ്മുടെ ഡേറ്റ്സും ചെറുതായിട്ട് കട്ട് ചെയ്തു, ഓറഞ്ചിൻ്റെ തൊലിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. 4 ടേബിൾ സ്പൂണോളം ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഇടുന്നുണ്ട്. കാരണം ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇച്ചിരി കുറച്ചിട്ടോളൂ. ഇതങ്ങ് ഒരുപാട് ഇടരുത്. ഒരു 4 സ്പൂണൊക്കെ ധാരാളമാണ് കേട്ടോ. ഒരു 4 ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണേലും ബീറ്റ് ചെയ്യാം, കൈ കൊണ്ട് വേണേലും ബീറ്റ് ചെയ്യാം, എങ്ങനെ വേണേലും ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മിക്സി ഒന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിക്സിയിൽ അടിച്ച് കാണിച്ചതായിരുന്നു. മിക്സിയിൽ ഒരുപാട് സ്പീഡിലൊന്നും കറക്കരുത് മുട്ട. മിക്സിയിൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം നല്ലതുപോലെ അടിച്ചെടുക്കുമ്പോൾ നന്നായിക്കോളും. നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൂടെ നമുക്കിതിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ടത് ഒരു ശകലം ഗ്രാമ്പൂ ആൻഡ് ഒരു ചെറിയ കുഞ്ഞു പീസ് പട്ട. ഇപ്പോൾ ഈ കറുവപ്പട്ട ഒരുപാട് ആഡ് ചെയ്യരുത്, ഇതിൻ്റെ സ്മെല്ല് ഒത്തിരി ആകരുത്. അപ്പോൾ ഈ കറുവപ്പട്ട നമുക്കൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, പൗഡർ ആക്കാൻ പറ്റുമെങ്കിൽ പൊടിച്ചെടുത്തിട്ട് ഒരു 2 പിഞ്ച് കറുവപ്പട്ട ഇട്ടാൽ മതി. പൊടിച്ചെടുക്കണം. പിന്നെ ഈ ഗ്രാമ്പൂവും പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പൊടിച്ചെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനി കാച്ചിയത് ഇനി ഒന്നുകൂടെ ചൂടാക്കത്തില്ലേ, അപ്പോൾ അതിലോട്ടങ്ങ് ഇട്ടാലും മതി. ഇടയ്ക്കൊന്ന് കടിക്കുമെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ശർക്കര പാനി രണ്ടാമത് ചൂടാക്കത്തില്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാനായിട്ട്, അപ്പോൾ അതിലോട്ടങ്ങ് ഇടാം. അരിച്ചെടുത്ത ശർക്കര പാനി നമ്മളിവിടെ ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചു വന്നു. അത് നല്ലതുപോലെ ഒന്ന് ചായയുടെ ചണ്ണിയിലൊന്ന് അരിച്ചെടുക്കണേ. അതിനകത്ത് എന്തെങ്കിലും കല്ലോ പൊടിയോ ഉണ്ട് മാറി കിട്ടും. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കര ഒരുപാട് നല്ലതാണ്, ഒന്നും അഴുക്കില്ലാത്തതാണ്. നല്ല ഇപ്പം കാരമലിൻ്റെ ആ കളറിനേക്കാളും ഡാർക്ക് കളറായില്ലേ, അപ്പോൾ അത്ര ഡാർക്ക് കളറായിട്ട് തന്നെ കേക്ക് വരും. ഇനി ആ പൊടിച്ചെടുത്ത ഗ്രാമ്പൂവും ആ ഒരു ചെറിയ പീസ് പട്ടയും, ഇത് ഞാനങ്ങ് നല്ല നൈസ് പൗഡർ ആക്കിയില്ല, എന്നാലും ഒരുവിധം നല്ലതുപോലെ പൊടിച്ചെടുത്തു. വായിൽ കടിക്കരുതേ. അപ്പം അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മണം ഈ ഡ്രൈ ഫ്രൂട്ട്സിലും ഈ ജാഗറി സിറപ്പിലും ആയി കഴിയുമ്പോൾ കേക്കിനകത്ത് മൊത്തം ആ സ്മെല്ലായിപ്പോകും. സ്പെഷ്യലി നമുക്ക് ഇടേണ്ട കാര്യമില്ല. അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലിടേണ്ടത് ഈ ആൽമണ്ട്സ്, നമ്മുടെ ഈ ബദാം പൊടിച്ചതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ മുന്തിരി ബ്ലാക്ക് റൈസിൻസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ജസ്റ്റ് ഇല്ലേ, അതും അങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഡേറ്റ്സും അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തു. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നോക്കി, നമ്മൾ എല്ലാം വൈനിനകത്ത് അല്ലെങ്കിൽ ജ്യൂസിനകത്ത് 1-2 ദിവസം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ട് ആണ് സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കാറ്. അപ്പം നമുക്ക് വൈനും വേണ്ട, ജ്യൂസും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഈ കാരമൽ ചെയ്യുന്നത് പോലെ തന്നെ ശർക്കര ജാഗറി സിറപ്പിൽ ശർക്കര പാനി കട്ടിക്ക് എടുത്തിട്ട് അതിലോട്ട് തന്നെ ഇട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് വേവിക്കുക. ശർക്കര പാനിയുടെ കൺസിസ്റ്റൻസി മറക്കാതെ നോക്കണം. ഇത് ഒട്ടാൻ തുടങ്ങരുത്, ഒത്തിരി അങ്ങ് ഡ്രൈ ആവരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് ഹാർഡാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ചേർക്കാൻ. അപ്പം തണുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒട്ടിപ്പോകരുത്. അപ്പം ഇതിലെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിലെല്ലാം മധുരം പിടിക്കണം. ഒരു 3 മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്ത എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിനും ഏകദേശം മധുരമുണ്ട്, നമ്മുടെ ബദാം ഒഴിച്ചിട്ട്. അപ്പം നമ്മൾ ചേർക്കുന്ന
ഷുഗർ ആണേലും ശർക്കരയാണേലും മധുരം ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർക്കാവൂ, ഓവറായി പോകാതെ ശ്രദ്ധിക്കാം. ഇപ്പം നമുക്കിത് വെന്തിട്ടുണ്ട്, ഇത്രയും കട്ടിയായി. ഇനി ഇത് കട്ടിയാക്കരുത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിനി ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. സമയത്തിന് നമുക്ക് ഈ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം ഒരു പഴയ കുക്കർ എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു. നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവൻ ആ സമയത്ത് ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. നമ്മൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞ്. ഇതിപ്പം കുക്കർ ആയതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. നല്ല ഒരു ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട, ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മളെല്ലാം റെഡി ആയി വരുമ്പോഴത്തേക്ക് നല്ല ഹീറ്റായി കിടക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, ആട്ട അരിച്ചെടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതൊന്ന് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി പോകരുത്. ജസ്റ്റ് ഒരു 2 നുള്ളിട്ടാലും മതി. 1/4 ടീസ്പൂൺ. ഞാൻ ബേക്കിംഗ് സോഡ ഒരുപാട് ഇടാറില്ല. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇതൊന്ന് സീവ് ചെയ്യണേ. നമുക്ക് അരിച്ചെടുക്കണം. നമ്മളിവിടെ ഇത് അരിച്ചെടുത്തു. തണ്ട ആട്ടയിലുള്ള അതിൻ്റെ ഇച്ചിരി മട്ടം ഇത് വരില്ലേ, അത് മാറ്റിയേക്കാൻ. ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. കാരണം നമ്മൾ അരിച്ചെടുക്കുമ്പം നല്ലതുപോലെ മിക്സ് ആവില്ല. നമുക്ക് ഈ 2 മുട്ട അടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുപാട് സ്പീഡിലൊന്നും മിക്സ് ചെയ്യേണ്ട, വെറുതെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കത് കട്ടിയായി പോകാതിരിക്കാൻ ഇനി ഈ എണ്ണ അതുപോലെ അങ്ങ് ആഡ് ചെയ്യുക. 1/4 കപ്പ് എണ്ണയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി പിന്നീട് ആഡ് ചെയ്യാം കേട്ടോ. കട്ടിയായിട്ടിരിക്കുമല്ലേ, അപ്പം ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. ഇനി നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് കണ്ടോ ഇരിക്കുന്നത്. ആഹാ, ഇതിങ്ങനെ തന്നെ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നു. കറക്റ്റ് കട്ടിക്കിരിക്കുകയാണ് ജാഗറി സിറപ്പ്, ശർക്കരപ്പാനി കട്ടിക്കിരിക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിൽ കിടന്ന് വെന്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജാഗറി സിറപ്പോ ഓയിലോ മിക്സ് ചെയ്യാം. പിന്നെ സാധാരണ കേക്കിനെ പോലെ ഇത് ബാറ്ററങ്ങ് ഒരുപാട് ലൂസാക്കരുത്, ഒത്തിരി ബീറ്റ് ചെയ്ത് അടിക്കുകയും ചെയ്യരുത്. ഇത് കറക്റ്റ് പരുവമായിരിക്കും. നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ കൺസിസ്റ്റൻസിയെ വരാവും. കാരണം നമ്മൾ മറ്റ് കേക്കിന് ബാറ്റർ കുഴയ്ക്കുമ്പോൾ ആ ബാറ്റർ കുറച്ച് ലൂസായിരിക്കും ഇതിൽ. പക്ഷേ ആട്ടയാവുമ്പം നമ്മൾ അത്രയും ലൂസാക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയല്ലോ. ഈ കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം. കൂടുതൽ വെള്ളമോ എണ്ണയോ ഇനി ഒന്നും ചേർക്കണ്ട. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം. കണ്ടോ, ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് 1-2 പ്രാവശ്യം കുഴച്ചെടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ വാനില എസൻസ്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇതിന് നമുക്ക് എസൻസിന് വലിയ പ്രസക്തിയില്ല ഈ കേക്കിൽ. സൈഡിലുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സിയായി. ഒരുപാട് മിക്സ് ഒന്നും ചെയ്യണ്ട, ഒത്തിരി അടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മളുടെ ഈ കേക്ക് ടിന്ന്, ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറിയ കേക്ക് ടിന്ന്. ഓക്കെ, അതിലോട്ട് ഒരല്പം നെയ്യ് അല്ലെ ബട്ടർ ഒന്ന് മെൽറ്റഡ് ഒന്ന് തൂത്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഒക്കെ. അപ്പം ഒരല്പം ആട്ട ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് 4 വശം ഒന്ന് ആക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് തട്ടി കൊടുക്കും. ബാക്കി കംപ്ലീറ്റ് സ്പ്രെഡായി. ഓക്കെ, ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു. ഇത് നോക്കണം, കട്ടിക്ക. സാധാരണ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിൽ ഇച്ചിരി കട്ടിക്കാണ് ഇരിക്കേണ്ടത്. ആട്ട ഉണ്ടാകുന്നത് തട്ടി
കൊടുക്കണം. ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അതങ്ങ് പോയി കിട്ടും. അപ്പം ഡെക്കറേഷന് വേണ്ടിയുള്ള ക്യാഷും അങ്ങ് വെറുതെ ഇട്ട് കൊടുക്കരുത്. അതൊരല്പം ഈ മൈദയിലോ ആട്ടയിലോ ഒന്ന് ഡസ്റ്റ് ചെയ്യുക അതിൻ്റെ കാര്യം, അല്ലെങ്കിൽ അതങ്ങ് താന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ്യൂ ഒന്ന് ഡെക്കോർ ചെയ്തു. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂടായി കിടക്കുന്ന കുക്കറിലോട്ടൊന്ന് ഇറക്കാം. ഓക്കെ, നല്ലതുപോലെ ചൂടായതുകൊണ്ട് ഫ്ലെയിം വളരെ ലോയിലാക്കി ഏറ്റവും സിമ്മറിലാക്കുക. ഫ്ലെയിം വെയിറ്റ് വെക്കാൻ പാടില്ല, അതിനകത്തോ ഒന്നും അടഞ്ഞിരിക്കാനും പാടില്ല ഇതിനകത്ത്. ഓക്കെ, അതുപോലെ ഈ വാഷർ, കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ മസ്റ്റായിട്ടും എടുത്തു മാറ്റുക. പക്കടും കൊണ്ട് പിടിച്ച് വളരെ കെയർഫുള്ളായിട്ട് ഇറക്കി കാണിക്കുക. ഇത് ഇച്ചിരി ഡേഞ്ചറാണ്, അപ്പം സൂക്ഷിച്ച് വേണം എല്ലാവരും ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്ലേസ് ആയി. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് അടച്ചു കൊടുക്കാം. കറക്റ്റ് 50 മിനിറ്റ് ആകുമ്പോൾ ഈ കേക്ക് നമ്മളുടെ റെഡിയാകും. മോസ്റ്റ്ലി ഇതൊരു 45 മിനിറ്റ്സ് കഴിയുമ്പം റെഡിയാകും. അന്നേരം വേണമെങ്കിലും ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഒരു കറക്റ്റ് 50 മിനിറ്റ് ആയപ്പം ഇത് ഓഫ് ചെയ്തു. ഞാൻ എന്നിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നു വെച്ചു. കാരണം അത് ആ ടൈറ്റായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആവി അതിനകത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട്. വാവ്, ലുക്ക് അറ്റ് ദിസ്. ഈസിൻ്റ് ലുക്കിംഗ് സോ യമ്മീലീഷ്യസ്, ഡിലീഷ്യസ്. അപ്പം നമുക്കിതൊന്ന് എന്തേ ഒരു പപ്പടം കുത്തിയോ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് ഒന്നിറക്കി നോക്കട്ടെ. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇതേ ഒന്നുമില്ല, അടിപൊളിയായിട്ട് വെന്തു. നമുക്കിത് ഒന്ന് തണുത്ത് കഴിഞ്ഞ്, നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കേക്ക്, അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഇത് പതുക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്യാവൂ. അതിന് മുന്നേ ഡീമോൾഡ് ചെയ്താൽ ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആവുന്നുണ്ടോ? വാവ്, ഓ മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. നോക്കിക്കേ, കരിഞ്ഞിട്ടേ ഇല്ല. അടിപൊളി. ഇത്രയും നല്ല കളറുള്ള പ്ലം കേക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. കേക്കിൻ്റെ വിട്ടും കാണിക്കാം, നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നോക്കാനൊന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, wow, see, without oven, without maida, without sugar, only wheat and jaggery and dry fruits. എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തു. വേവാനില്ല, നല്ല ഭംഗിയായിട്ട് ബേക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്രിസ്മസിന് എല്ലാവരും ഈ പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കും എന്ന് കരുതുന്നു. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, എത്ര കഴിച്ചാലും മതി വരില്ല. ഓ മൈ ഗോഡ്, പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ അടിപൊളി വീറ്റ് ജാഗറി പ്ലം കേക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.